അടുത്ത നമ്മൾ പിന്നെ ആദ്യം നമ്മൾ അതായത് ക്യാരക്ടർ സെറ്റ് പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇനിയും നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സി ടോക്കൺസ് ആണ്. ഞാൻ പിന്നെ ക്യാരക്ടർ സെറ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് റിയൽ വേൾഡിൽ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ആദ്യം ആൽഫബറ്റ്സ് പഠിക്കും. സോ നമ്മൾ അതുപോലെ തന്നെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ആദ്യം ആൽഫബറ്റ്സ് ആയ ക്യാരക്ടർ സെറ്റാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? വേർഡ്സ് പഠിക്കണം. അങ്ങനെയാണല്ലോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ പഠിക്കുന്നത്. സോ വേർഡ്സ് ആണ് ഇനി അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഇവിടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ വേർഡ്സ് എന്ന് പറയത്തില്ല, പകരം നമുക്ക് സി ടോക്കൺസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആ വേർഡ്സ് ആണ് നമ്മുടെ എന്താണ് സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സ് ആണ്. അതുപോലെ തന്നെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് സി ടോക്കൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ചില പേരുകളിന് ഫിക്സഡ് ആയിട്ട് മീനിങ് കാണും. അത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ബുക്കിന് എന്താണ്? ബുക്ക്, BOOK, ബുക്ക് എന്നായിരിക്കും ഇംഗ്ലീഷിൽ പറയുക അല്ലേ? പേനയ്ക്ക് എന്താണ് പറയുക? പെൻ എന്നായിരിക്കും പറയുക. അപ്പോൾ ഈ പെൻ എന്ന് നമ്മളവിടെ പറയുമ്പോൾ പെൻ എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നേരത്തെ തന്നെ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേരാണ് അല്ലേ? അതൊരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബുക്കിനെ എടുത്തിട്ട് നമുക്ക് പെൻ എന്ന് ഒരിക്കലും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ബുക്കിനെ ബുക്ക് എന്ന് മാത്രമേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിളിക്കാൻ പറ്റത്തുള്ളൂ. പെൻ എടുത്ത ശേഷം പെൻസിൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പെൻ എന്ന് മാത്രമേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാൻ പറ്റുള്ളൂ. സോ അവിടെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് പേര് അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലേ? അതുപോലെ തന്നെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കുറേ വേർഡ്സ് റിസർവ്ഡ് ആയിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ആരാണോ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വേർഡ്സിന് അതിൻ്റേതായ മീനിങ് ഉണ്ട്. അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് യൂസർക്ക് തോന്നിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കീവേഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാറ്റഗറി ഓഫ് സി ടോക്കൺസ് ആണ്. സോ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഓരോ വേർഡ്സിനും, അതായത് ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു ഫിക്സഡ് വേർഡ് ഉള്ള പോലെ തന്നെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ ചില വേർഡ്സിന് അതിൻ്റേതായ മീനിങ് ഉണ്ട്. അത് വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ്സ്